ടോയ്ലറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ മലത്തിൻ്റെ കൂടെ ബ്ലഡ് കാണാം. ഇത് പലർക്കും നല്ല ടെൻഷനാണ്. പല ആളുകളും ഇതൊന്ന് സ്വകാര്യമായിട്ട് കൊണ്ടെടുക്കുന്ന കാര്യമാണ്. കാരണം ഇങ്ങനൊരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചിന്തിക്കുക, ഒന്നെങ്കിൽ ക്യാൻസർ ആണോ എന്നുള്ള പേടിയുണ്ടാവും അല്ലേ, രണ്ടാമത് പൈൽസ് ആണോ എന്നുള്ള പേടിയാണ്. ഇത് കോമൺ ആയിട്ട് പല ആളുകൾക്ക് ഉണ്ടാകുന്നതാണ്. ഇതുള്ള ആളുകൾ പല ആളുകൾ എന്ത് ചെയ്യും, മിണ്ടാതെ വെക്കും എന്നുള്ളതാണ്. ചിലപ്പോൾ എന്തെങ്കിലും ക്ഷീണമായിട്ടായിരിക്കും, അല്ലെങ്കിൽ വേദനയായിട്ടായിരിക്കും. അങ്ങനെ എന്തെങ്കിലും അവസ്ഥയിൽ ക്ലിനിക്കിലേക്ക് വരും. ആ സമയത്ത് ഹിസ്റ്ററി എടുക്കുന്ന സമയത്താണ് പല ആളുകളും സ്വകാര്യമാക്കി വെച്ചത് അറിയാമെന്നുള്ളതാണ്. അപ്പോൾ പല ആളുകൾക്കും പേടിയുള്ളതാണ് ഈ ഒരു പ്രശ്നം. മലത്തിൻ്റെ കൂടെ ബ്ലഡ് വരെ അത് ക്യാൻസർ ആകുമോ, അല്ലെങ്കിൽ പൈൽസ് ആണോ, അല്ലെങ്കിൽ ഫിഷറാണോ, ഇനി അതെങ്ങനെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും, അത് മാറിക്കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ, എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും, പല ആളുകൾക്കും സംശയം ഉണ്ടാണത്. അപ്പോൾ ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് വേറെ ഒന്നുമില്ല, ഈ മലത്തിൽ എന്തെങ്കിലും ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് ബ്ലഡ് വരാൻ കാരണം എന്താണ്, എന്തൊക്കെ അവസ്ഥകളിൽ അത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, നമുക്കതെങ്ങനെ തിരിച്ചറിയാൻ കഴിയുമെന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ പേര് ഡോക്ടർ സിറാജ്, മെഡിക്കൽ ഓഫീസർ QNB ഹെൽത്ത് കെയർ താമരശ്ശേരി. നമുക്കറിയാം, നമ്മുടെ ഒരു ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭക്ഷണം കഴിച്ചു പോകുന്ന വയറുണ്ട്, അതേപോലെ തന്നെ സ്റ്റൊമക്ക് കഴിഞ്ഞിട്ട് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഉണ്ട്, ലാർജ് ഇൻറ്റസ്റ്റൈൻ ഉണ്ട്, റെക്റ്റ് ഉണ്ട്, ആനൽ റീജിയൻ ഉണ്ട്. അപ്പോൾ ആ ഒരു വായ മുതൽ നമ്മുടെ മലദ്വാരം വരെയുള്ള ആ പാത്ത് വേയിൽ പലയിടങ്ങളിൽ എന്ത് ചെയ്യും, ബ്ലീഡിങ്ങിന് സാധ്യതകളുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് വരാം. ചിലപ്പോൾ ക്യാൻസർ കാരണമായിട്ട് വരാം, ചിലപ്പോൾ എന്തെങ്കിലും ഇൻഫെക്ഷൻ കാരണമായിട്ട് വരാം, ചിലപ്പോൾ എന്തെങ്കിലും ട്രോമ കാരണമായിട്ട് വരാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യും, ബ്ലീഡിങ് സംഭവിക്കുന്നുള്ളതാണ്. പലതും നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. അങ്ങനെ പ്രത്യേകത ഉണ്ട്. അതായത് പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റിന് മുകളിൽ അല്ലെങ്കിൽ സ്മോൾ ഇൻറ്റസ്റ്റിൻ്റെ ഭാഗത്തൊക്കെ അൾസർ കാരണമായിട്ട് ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നമുക്കത് നമ്മുടെ കണ്ണുകൊണ്ട് പെട്ടെന്ന് കണ്ടോന്നുന്നില്ല. ചില നല്ല സിവിയർ ബ്ലീഡിങ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ മലത്തിൻ്റെ കളറിൽ ചേഞ്ചസ് വരിക, നല്ല ക്ഷീണം തോന്നുക, അനീമിയൻ്റെ പ്രശ്നങ്ങളൊക്കെ വരിക, അങ്ങനെ പല തരത്തിലും ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ നമുക്ക് ആ മലം കാണുന്ന സമയത്ത് തന്നെ ഇതിലെന്തോ പ്രശ്നം ഉണ്ടല്ലോ, ഇങ്ങനെയൊന്നും അല്ലല്ലോ. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്തായിരുന്നു യെസ്, ഇതിൽ ബ്ലഡിൻ്റെ പ്രസൻസ് ഉണ്ടെന്ന് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഹിഡൻ ആയിട്ട് മലത്തിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യും, ചില കണ്ടീഷനുകളിൽ ബ്ലീഡിങ് ബ്ലഡ് വരുന്ന ഒരു അവസ്ഥ വരും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അത് ഒന്നെങ്കിൽ ലാർജ് ഇൻറ്റസ്റ്റൈൻ അല്ലെങ്കിൽ ഇൻറ്റസ്റ്റൈനോ മറ്റേതെങ്കിലും ഭാഗത്തായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നുണ്ട്, അവിടെ എന്തോ ബ്ലീഡിങ് വരുന്നുണ്ട്, ആ ബ്ലീഡിങ് കാരണമായിട്ടാണ് ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്. രണ്ടാമത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രഷ് ബ്ലഡ് വരും. അതായത് നമ്മൾ ടോയ്ലറ്റിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ എന്തെങ്കിലും മലം പോകുന്ന സമയത്ത് നല്ല ഫ്രഷ് ബ്ലഡ്, സാധാരണ നമ്മൾ മുറിവ് പറ്റിയ ബ്ലഡ് എന്ത് ചെയ്യും, ഒഴുകി വരും അല്ലെങ്കിൽ ഉറ്റി വീഴലാം. എന്നതുപോലെ നമ്മൾ ടോയ്ലറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ഫ്രഷ് ബ്ലഡ് നമ്മുടെ ടോയ്ലറ്റിലേക്ക് വീഴുന്നുണ്ട്, നമ്മളത് നെക്കഡ് നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ആനൽ റീജിയൻ, അതായത് നമ്മൾ മലം പോകുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ എന്തോ ഒരു മുറിവ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ നിന്ന് മുറിവ് സംഭവിച്ചിട്ട് അവിടെ നിന്ന് ബ്ലഡ് എന്ത് ചെയ്യുന്നത്, ടോയ്ലറ്റിലേക്ക് വീഴുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ ഫ്രഷ് ബ്ലഡ് വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ആ ഒരു ലാസ്റ്റ് എൻഡിങ് ഭാഗത്ത് എന്തോ ഒരു മുറിവുണ്ട്. ചിലപ്പോൾ അത് പൈൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫിഷർ ആയിരിക്കാം. ഈ രണ്ട് കാരണങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇഞ്ചുറീസ് കാരണം കൊണ്ടൊക്കെ ആയിട്ട് എന്ത് ചെയ്യും, ഈ പറഞ്ഞ ഫ്രഷ് ബ്ലഡ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുമാത്രമല്ല, അതിന് അസോസിയേറ്റഡ് ചിലപ്പോൾ അവിടെ നീർക്കെട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ ചൊറിച്ചിലുണ്ടായിരിക്കാം, ചിലപ്പോൾ നീരിങ്ങനെ ഒലിക്കുന്ന അവസ്ഥകൾ വരിക. അതേപോലെ തന്നെ മലം പോകുന്ന സമയത്ത് ആ ഒരു ആനൽ റീജിയനിൽ സിവിയർ ആയിട്ടുള്ള പുകച്ചിൽ, വേദന, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനുകളിൽ എന്ത് ചെയ്യും, ഈ ഒരു മലത്തിന് കൂടെ തന്നെ ബ്ലഡ് വരും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനൊരു മറ്റൊരു സംശയം ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡോക്ടറെ ക്യാൻസർ ആണെന്ന് എങ്ങനെ നമുക്കറിയാൻ പറ്റും എന്നുള്ളത്. ക്യാൻസറിൻ്റെ കണ്ടീഷനിൽ നമുക്ക് നോക്കാനുള്ളത് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ക്യാൻസറുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഡൗട്ടുള്ള ആളുകൾക്ക് അവർക്ക് വെയിറ്റ് ലോസ് നല്ലോണം ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ ബോഡി ഭയങ്കര തിന്നായിട്ട് വരിക, നല്ല ക്ഷീണം തോന്നുക, അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പനി വരുന്ന അവസ്ഥകളൊക്കെ വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകണം. അതിൻ്റെ വേണ്ട എക്സാമിനേഷനുകൾ, ടെസ്റ്റുകൾ ചെയ്യൽ വളരെ അത്യാവശ്യമാണെന്നുള്ളത്. അതേപോലെ തന്നെ ചിലപ്പോൾ IBD പോലെ കണ്ടീഷൻ, ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ്, അതായത് നമ്മുടെ ഇൻറ്റസ്റ്റൈനുകളിൽ എന്ത് ചെയ്യുക, ഇൻഫ്ലമേഷൻ സംഭവിക്കുക. ആ ഇൻഫ്ലമേഷൻ കാരണമായി അതൊരു ഓട്ടോഇമ്യൂൺ ഡിസീസാണ്. അത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി നമ്മളെ തന്നെ എന്ത് ചെയ്യുന്നത്, അറ്റാക്ക് ചെയ്യുന്നൊരു കണ്ടീഷൻ. അപ്പോൾ
IBD പോലെയുള്ള അവസ്ഥകൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ പറഞ്ഞ ബുദ്ധിമുട്ട് നല്ല രീതിയിൽ വരും എന്നുള്ളതാണ്. അതായത് ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഡിസെൻട്രി വരും, അതായത് നല്ല രീതിയിൽ കൂടുതൽ ശോധന പോകും. അങ്ങനെയുണ്ട് ചില ആളുകൾക്ക് അങ്ങനെയാണ്, ദിവസം എന്ത് ചെയ്യും, നമ്മൾ 10-12 തവണയൊക്കെ പോകുന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കൂടുതൽ തവണ പോയാൽ എന്താ സംഭവിക്കുക, എന്ത് ചെയ്യും, നമ്മുടെ അവിടെ ഉണ്ടാകുന്ന നേർത്ത ആവരണങ്ങളുണ്ട്, നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന മ്യൂക്കസ് ലെയറുകളുണ്ട്. ആ മ്യൂക്കസ് ലെയറുകൾ ഡാമേജ്ഡ് ആവാനും അവിടെ പ്രത്യേകിച്ച് ആനൽ റീജിയനിലൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ അവിടെ വാഷ് ചെയ്യുന്ന രീതിയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ആനൽ റീജിയന് പ്രത്യേകിച്ച് അവിടുത്തെ മ്യൂക്കസ് നഷ്ടപ്പെട്ടു പോകാനും അവിടെ ഇഞ്ചുറി ഉണ്ടാകാനും മുറിവുണ്ടാകാനും ബ്ലീഡിങ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കൂടുതൽ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാലും ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ വരും എന്നുള്ളതാണ്. കൂടുതലും മോശം കൂടിക്കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ഇത് ഇൻഫെക്ഷൻ പോലെയായിട്ട് ഷിഗല്ല പോലെയുള്ള ഡിസെൻട്രി പോലെയുള്ള കണ്ടീഷൻ വരാറുണ്ട്. അപ്പോൾ നമ്മൾ കഫം പോലെയും അതുപോലെ ബ്ലീഡിംഗ് ഒക്കെ എന്ത് ചെയ്യും ആ ഒരു സമയത്തുണ്ടാകും. അതേപോലെ തന്നെ നമ്മൾ കൂടുതൽ ലൂസ് മോഷൻ വന്നു കഴിഞ്ഞാലും ഈ പറഞ്ഞതുപോലെ ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മൾ കോൺസ്റ്റിപ്പേഷൻ വരിക, പല ആളുകളും അങ്ങനെയുണ്ട്, നല്ല രീതിയിൽ ശരിക്കും ശോധന കിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ടോയ്ലറ്റിൽ കുറേ നേരം, എസ്പെഷ്യലി ഈ ഒരു യൂറോപ്യൻ ടോയ്ലറ്റിൽ എന്ത് ചെയ്യും ഒരുപാട് നേരം നല്ല പ്രഷർ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ വരാറുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പലപ്പോഴും ഇങ്ങനെയുള്ള ആളുകൾക്ക് മല നല്ല ഹാർഡായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഹാർഡായിട്ടുള്ള നല്ല സ്റ്റോൺ പോലെ കല്ലിൻ്റെ ഒക്കെ ഒരു ഉറപ്പുണ്ടായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ ആ ഒരു ആനൽ റീജിയൽ വരുമ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ ഇത് കോറിയിട്ട് അല്ലെങ്കിൽ അവിടെ ഇഞ്ചുറി ആക്കിയിട്ട് മുറിപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യും ഇത് വരും എന്നുള്ളതാണ്. അപ്പോൾ അവിടെ മുറിവുണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, ബ്ലീഡിങ് വരും, പിന്നെ അത് ഇൻഫെക്ഷൻ വരും, ചൊറിച്ചിൽ വരും, പുകച്ചിൽ വരും, ഇങ്ങനെയുള്ള പല അസ്വസ്ഥതകൾ വരും എന്നുള്ളതാണ്. ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പല കണ്ടീഷനുകളിൽ എന്ത് ചെയ്യാറുണ്ട്, ബ്ലഡ് കാണാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനൊക്കെ കൂടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾക്ക് നല്ല ഫീവർ വരുന്നുണ്ട്, വയറുവേദന വരുന്നുണ്ട്, മറ്റു ക്ഷീണം നല്ലോണം തോന്നുന്നുണ്ട്, പിന്നെ അതേപോലെ മറ്റു പല അസ്വസ്ഥതകൾ, അതേപോലെ വിശപ്പ് ചിലപ്പോൾ നല്ലോണം കൂടുക, വിശപ്പ് തീരെ ഇല്ലാത്ത അവസ്ഥകൾ വരിക, അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോകേണ്ട അവസ്ഥകൾ വരിക, ചില ഫുഡ് കഴിക്കുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ വരിക, ഇങ്ങനെയുള്ള മറ്റു ലക്ഷണങ്ങളൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ടെസ്റ്റുകൾ ചെയ്യേണ്ടതുണ്ട്. കാരണം ഇത് പറഞ്ഞ പോലെ ഫിഷർ ആകണമെന്നില്ല, ചിലപ്പോൾ IBDയോ IBSോ അങ്ങനെയുള്ള പല കണ്ടീഷൻ ആകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഏതാണോ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ പൈൽസിൻ്റെ ഇഷ്യൂസ് ആണെങ്കിൽ ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾ സിറ്റ്സ് ബാത്ത് ചെയ്യാനും നല്ലോണം ശ്രദ്ധിക്കുക. ഫിഷറും പൈൽസൊക്കെ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് സിറ്റ്സ് ബാത്ത് ചെയ്യാന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പരന്ന പാത്രത്തിൽ ഒരു ഇളം ചൂടുള്ള തിളപ്പിച്ച് ആറിയ ഒരു ഇളം ചൂടുള്ള വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് എന്ത് ചെയ്യുക അതിലിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ ആ ഒരു ഭാഗത്ത് മുറിവുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉണങ്ങാനും അവിടെ ഇൻഫെക്ഷൻ കുറയ്ക്കാനും അതേപോലെ തന്നെ ആ നീരൊലിക്കുന്നതും ആ വേദനയൊക്കെ കുറയ്ക്കാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ ടോയ്ലറ്റിൽ നിങ്ങൾ എന്ത് ഒരിക്കലും കൂടുതൽ സമയം ഇരിക്കരുത്, നല്ല രീതിയിൽ ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതിന് കൂടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ചില ഫുഡുകൾ നമ്മൾ നിർബന്ധമായിട്ട് അവോയ്ഡ് ചെയ്യണം. കാരണം ചില ഫുഡുകൾ എന്ത് ചെയ്യും, ഈ പൈൽസിൻ്റെ ഇഷ്യൂസ് നമ്മൾ നല്ല ട്രിഗറിങ് ഉണ്ടാക്കും, വീണ്ടും വീണ്ടും അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന ഫുഡുകൾ ഒഴിവാക്കും. ഒന്ന്, നമ്മൾ കൂടുതൽ നോൺ വെജ് നമ്മൾ മാക്സിമം ഒന്ന് ഒഴിവാക്കാൻ ചെയ്യുക. അതുപോലെ നമ്മൾ ഓയിലിട്ട ഫുഡുകൾ, നല്ല കരിച്ചതും പൊരിച്ചതും വറുത്തതുമായുള്ള ഫുഡുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെയാണ് നല്ല സ്പൈസസ്, എരിവ് കൂടിയ ഭക്ഷണങ്ങൾ കഴിക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെയാണ് ബേക്കറി ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നല്ല വെള്ളം, ഒരു 2-3 ലിറ്റർ വെള്ളം കുടിക്കുക. ദിവസം ഒരു 6-7 മണിക്കൂർ നല്ല ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്നുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തുക. അമിതമായിട്ടുള്ള സ്ട്രെസ്സ് കണ്ടീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ ആ ഒരു കണ്ടീഷനിൽ നിന്ന് മാറാനും പരമാവധി ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഈ പറഞ്ഞ കാര്യങ്ങൾ എസ്പെഷ്യലി അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്, ഈ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉള്ള ആളുകൾ നേന്ത്രപ്പഴം ഒഴിവാക്കണം നല്ലതാട്ടോ. നേന്ത്രപ്പഴം, അതേപോലെ ഡേറ്റ്സ്, ഈത്തപ്പഴം, പിന്നെ അതേപോലെ തന്നെ ഇതൊക്കെ കഴിക്കുമ്പോൾ ഇത് നല്ലതാണ്, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ ഒരു കോൺസ്റ്റിപ്പേഷനൊക്കെ ഉള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാനുള്ള സാധ്യത പിന്നെയും കൂടും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ബെസ്റ്റ് ചോയ്സാണ് ഈ പറഞ്ഞ പേരക്ക, വളരെ നല്ലതാണ്. അതുപോലെ നെല്ലിക്ക കഴിക്കണം നല്ലതാണ്, കുക്കുംബർ കഴിക്കണം നല്ലതാണ്. ഇങ്ങനെയൊക്കെയുള്ള നല്ല ഈസിലി ഡൈജസ്റ്റബിൾ ആകുന്നതും അതേപോലെ അത്യാവശ്യം വാട്ടർ ഉള്ളതും നല്ല ഫൈബർ അടങ്ങിയുള്ള ഭക്ഷണങ്ങൾ നല്ല രീതിയിൽ ഉൾപ്പെടുത്തും. അപ്പോൾ നമുക്ക് ആ ഒരു കോൺസ്റ്റിപ്പേഷൻ മാറാനും ഇൻഫ്ലമേഷൻ കുറയ്ക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. മറ്റേത് ആ ഓയിലും ആ ഉപ്പും പിന്നെ അതുപോലെ സ്പൈസസും അതെല്ലാം കൂടി റെഡ് മീറ്റൊക്കെ ആണെന്ന് പറയാൻ വേണ്ട, ഈ ഇഷ്യൂസ് നല്ലോണം കൂടും. അപ്പോൾ ഭക്ഷണത്തിലും കൂടെ എന്ത് ചെയ്യുക, നമ്മൾ നല്ല രീതിയിൽ കൺട്രോൾ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ ഒരു കണ്ടീഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. കൂടുതൽ ബുദ്ധിമുട്ടുകളില്ലാതെ തന്നെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട്, കൂടുതലൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാം. നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം. താങ്ക് യു.